ഷഷ്ഠിവ്രതവും അതിൻ്റെ പ്രാധാന്യങ്ങളും അതാണ് ഞാനിവിടെ വിവരിക്കുന്നത്. നമുക്കറിയാം, സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കാനാണ് ഷഷ്ഠിവ്രതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്ക് വേണ്ടിയിട്ടും ഇഷ്ടസന്താന ലബ്ധിക്ക് വേണ്ടിയിട്ടും സർവ്വ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടും വിദ്യാഗുണത്തിന് വേണ്ടിയിട്ടും നമുക്ക് എടുക്കാവുന്ന ഒരു വ്രതമാണ് ഷഷ്ഠിവ്രതം. ഇതിൽ തന്നെ വെളുത്ത പക്ഷത്തിലെ ഷഷ്ഠിക്കാണ് പ്രാധാന്യം കൂടുതൽ. ഷഷ്ഠി എടുക്കുന്നവർ ഷഷ്ഠിയുടെ തലേ ദിവസം മുതൽ തന്നെ മത്സ്യമാംസാദികൾ കഴിക്കാതെ ഒരു നേരം അരിയാഹാരം കഴിച്ച് ഷഷ്ഠിയുടെ അന്ന് ജലപാനം പോലും ഉപേക്ഷിച്ച് സുബ്രഹ്മണ്യ സ്വാമിയെ സന്ധ്യാസമയം വരെ, ഉദയം മുതൽ അസ്തമയം വരെ ഭജിച്ചിരിക്കണം. അതിനുശേഷം സുബ്രഹ്മണ്യ സ്വാമിയുടെ അമ്പലത്തിൽ പോയി പ്രസാദം കഴിച്ചതിന് ശേഷം, അതായത് അത്താഴപൂജ കഴിഞ്ഞ് അല്ലെങ്കിൽ ദീപാരാധന കഴിഞ്ഞ് പ്രസാദം കഴിച്ചതിന് ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കാവൂ. ഇങ്ങനെ എടുക്കുന്ന വ്രതമാണ് ഷഷ്ഠിവ്രതം. സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രീതി ഉണ്ടാവാൻ ഈ ഒരു വ്രതത്തിന് വളരെയധികം സ്വാധീനമുണ്ട്. കാരണം സുബ്രഹ്മണ്യ സ്വാമിയെ പ്രത്യേകിച്ച് ജ്യോതിഷം പഠിക്കുന്നവർ, അല്ലെങ്കിൽ ചൊവ്വയുടെ ദോഷമുള്ളവർ, ചൊവ്വാപ്രീതി ഗ്രഹമായിട്ടുള്ള ചൊവ്വയുടെ പ്രീതി ഉണ്ടാവാനും ചൊവ്വയുടെ അനുഗ്രഹം ഉണ്ടാവാനും പിന്നെ നമ്മളുടെ ഏത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടത്തി തരുവാനുമൊക്കെ നമുക്ക് സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കാവുന്നതാണ്. അതിൽ എടുക്കാവുന്ന വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വ്രതവും കൂടെയാണ് ഈ ഷഷ്ഠിവ്രതം. സന്താനങ്ങളില്ലാത്തവരും അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്നവർക്കും അല്ലെങ്കിൽ ഇഷ്ടസന്താന ലബ്ധിക്ക് വേണ്ടിയിട്ടും പിന്നെ സർവ്വ ഐശ്വര്യത്തിന് പിന്നെ വിദ്യാഗുണത്തിന്, കാരണം സുബ്രഹ്മണ്യ സ്വാമിക്ക് ഒരു പേര് തന്നെയുണ്ട്. നമുക്കറിയാം, ഗുഹൻ എന്നാണ് ഈ പേര്. ഗുഹൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എല്ലാം അറിയുന്നവൻ അല്ലെങ്കിൽ എല്ലാം ഗ്രഹിച്ചവൻ എന്നും കൂടെയുള്ള ഒരു പേര് കൂടെ സുബ്രഹ്മണ്യ സ്വാമിക്കുണ്ട്. അങ്ങനെയുള്ള സുബ്രഹ്മണ്യ സ്വാമിയെ നമ്മൾ ഭജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അതിലുപരി ഷഷ്ഠിവ്രതം പോലുള്ള വ്രതങ്ങൾ എടുക്കുന്നതും വിദ്യാഗുണത്തിനും വിദ്യാർത്ഥികൾക്കും വളരെ നല്ലതാണ്. പിന്നെ നമുക്കറിയാം, ജ്യോതിഷത്തിൻ്റെ അധിപനാണ് സുബ്രഹ്മണ്യ സ്വാമി. സുബ്രഹ്മണ്യ സ്വാമി ഉണ്ടാക്കിയ ഒരു ശാസ്ത്രമാണല്ലോ ജ്യോതിഷം. അപ്പം ജ്യോതിഷം പഠിക്കുന്നവർ അല്ലെ ജ്യോത്സ്യന്മാരൊക്കെ ഈ ഷഷ്ഠിവ്രതം എടുക്കുന്നത് വളരെ വളരെ നല്ലതാണ്. അപ്പം സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രീതിക്ക് വേണ്ടി എടുക്കാവുന്ന വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വ്രതമാണ് ഷഷ്ഠിവ്രതം. അത് വെളുത്ത പക്ഷത്തിലെ ഷഷ്ഠിയാണ് നമ്മൾ എടുക്കേണ്ടത്. മാസത്തിൽ 2 ഷഷ്ഠിവ്രതം വരുമെങ്കിലും വെളുത്ത പക്ഷത്തിൽ വരുന്ന വ്രതം എടുത്താൽ വളരെ വളരെ നല്ലതാണ്. ഇതൊക്കെയാണ് ഷഷ്ഠിവ്രതത്തിൻ്റെ പ്രത്യേകതകൾ.